വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന 2024 ജൂണിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സൊല്യൂഷൻസ് മുഴുവനും പ്ലേലിസ്റ്റിൽ കാറ്ററ്റ് 3 മാത്തമാറ്റിക്സ് PYQ എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2,3 വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ 5x പ്ലസ് 2y മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂ ഇതാണ്. 5x പ്ലസ് 2y മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനെ y ഈക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ -8നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 5xനെയും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? 2y ഈസ് ഈക്വൽ ടു -5x പ്ലസ് 8 എന്നായിട്ട് ഇത് മാറും. 2നെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു -5/2x പ്ലസ് 8/2 എന്നായിട്ട് മാറും. സോ y ഈസ് ഈക്വൽ ടു -5/2x പ്ലസ് 4 എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്തിന് ഈക്വലൻ്റ് ആണ്? y ഈക്വൽ ടു mx പ്ലസ് സിക്ക് ഈക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എമ്മിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ -5/2 എന്ന് പറയാം. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് സിന് ഈക്വലൻ്റ് ആയിട്ട് 4 എന്നും പറയാം. ഓക്കെ, സോ എം ഈസ് ഈക്വൽ ടു -5/2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം അടുത്തതായിട്ട് നമ്മളോട് കണ്ടെത്തേണ്ടത് സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിലൂടെ തന്നിട്ടുണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ എന്ന് പറയുകയാണെങ്കിൽ അത് -1/m ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ -5/2. ഈ മൈനസും പ്ലസ് ആകും. തിരിച്ചു വരുമ്പോൾ എത്രയായിട്ട് മാറുകയാണ് ചെയ്യുക? 2/5 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ എന്ന് പറയുന്ന സംഗതി നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പുതിയ ആ ഇക്വേഷൻ തന്നിട്ടുള്ള 2,3 ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ത്? y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു നമുക്ക് എന്ത് പറയാൻ പറ്റും? x മൈനസ് x1. സോ ഇതിൽ y1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 3 ആണ്. x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y -3, m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് പെർപെൻഡിക്കുലർ ടു ലൈൻ ആണ്. അത് എത്രയാണ് വരുന്നത്? 2/5 ആണ്. അപ്പോൾ നമ്മളിവിടെ 2/5 കൊടുക്കുന്നു. തന്നെ x -2 നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? y -3 ഈസ് ഈക്വൽ ടു 2x -4 ഡിവൈഡഡ് ബൈ 5 എന്നായിട്ട് മാറും. 5നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 5 ഇൻറ്റു y -3 ഈസ് ഈക്വൽ ടു 2x -4. സോ 5y -15 ഈസ് ഈക്വൽ ടു 2x -4. കിട്ടിയില്ലേ? ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 5y -2x ഈസ് ഈക്വൽ ടു -4 പ്ലസ് 15. അപ്പോൾ ഇവിടെ 5y
2x ഈക്വൽ ടു 11 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്ത് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇപ്പോൾ ഇതാണ്. 5y മൈനസ് 2x ഈസ് ഈക്വൽ ടു 11 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കിവിടെ ഫോം ചെയ്ത് വരും. കിട്ടിയില്ലേ? സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് സൈനെ വേണ്ട, നമുക്കത് അവർ മാറ്റി എക്സും വൈയും ആദ്യമായിട്ട് എഴുതണം എന്നുള്ള ഒരു ലെവലിൽ വേണമെങ്കിൽ ത്രൂ ഔട്ട് നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ 2x മൈനസ് 5y ഈസ് ഈക്വൽ ടു -11 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടും. ഓക്കെ, ജസ്റ്റ് സൈൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ 2x മൈനസ് 5y ഈക്വൽ ടു -11 ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.